പാർട്ട്ണറിൻ്റെ അടുത്ത് കടങ്ങൾ മറച്ചു വെച്ചാൽ അതില്ലാണ്ടാവുമൊന്നുമില്ല. പകരം ട്രസ്റ്റ് ഇഷ്യൂസും ഫൈനാൻഷ്യൽ സ്ട്രെസ്സും കൂടും. ചിലവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്ലെങ്കിൽ വീണ്ടും ടെൻഷൻ. ഒരാൾക്ക് ലക്ഷറി ആണെങ്കിൽ മറ്റേ ആൾക്ക് അത് ഫൈനാൻഷ്യൽ സ്ട്രെസ് ആവും. ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ക്യാഷിൻ്റെ മാത്രമല്ല, പരസ്പര ബഹുമാനത്തിൻ്റെ കൂടെ വിഷയമാണ്. റിലേഷൻഷിപ്പ് ഒരു ഫൺ ഗെയിമല്ല. സോ രണ്ടുപേർക്കും ചേരുന്ന പോലെ ഡിസ്കസ് ആൻഡ് ഡിവൈഡ് യുവർ എക്സ്പെൻസ്. ഡ്രീം ഹോം ഓർ ഡ്രീം വെക്കേഷൻ. ഫൈനാൻഷ്യൽ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് നമ്പേഴ്സ് മാത്രമല്ല, കൂടെ നിങ്ങളുടെ ഡ്രീംസും പ്രയോറിറ്റീസും ഷെയർ ചെയ്യുക എന്നുകൂടെയാണ്. ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ബിട്രയൽ പോലെ തന്നെ ഹേർട്ട്ഫുള്ളാണ് സാമ്പത്തിക അവിശ്വസ്തത. മണി മാനേജിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, പക്ഷെ പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് പണം മറച്ചു വെക്കുന്നത് ഈസ് എ ബിഗ് നോ. ഫൈനാൻഷ്യൽ സീക്രസി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെ മാത്രമല്ല റിലേഷൻഷിപ്പിനെയും ബ്രേക്ക് ചെയ്യും. ഡിവോഴ്സസിൻ്റെ വൺ ഓഫ് ദ ടോപ്പ് റീസൺ ആണ് ഫൈനാൻഷ്യൽ സ്ട്രെസ്. ഏറ്റവും ബുദ്ധിമുട്ട് പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കുന്നതാണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, നിങ്ങളത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര പെട്ടെന്ന് സംസാരിക്കുന്നു അത്രയും പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ആവും. വെൻ ഓണസ്റ്റി റീപ്ലേസസ് സീക്രസി, റിയൽ പ്രോഗ്രസ് ബിഗിൻസ്. അപ്പോൾ പണമല്ല പ്രശ്നം, അത് നിങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ്.